നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോടുകൂടിയ മിതമായതും ഇടത്തരമായതുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റിൽ തൃശൂർ മെഡിക്കൽ കോളേജ് വളപ്പിലെ മരക്കൊമ്പ് പൊട്ടിവീണ് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ. ഗുരുവായൂർ നഗരസഭ മാസ്റ്റർ പ്ലാൻ തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്. കൌൺസിൽ യോഗത്തിൽ ഉയർന്ന പൊതു അഭിപ്രായങ്ങളോടാണ് ചെയർമാന്റെ പ്രതികരണം. വസ്തുതകൾക്ക് വിരുദ്ധമായ വാർത്തകൾ മാധ്യമങ്ങൾ നൽകരുതെന്നും ചെയർമാൻ. മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. തൃശൂർ കുന്നംകുളം റോഡിലെ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം സഞ്ചാരയോഗ്യമാക്കുക, റോഡ് അറ്റകുറ്റപ്പണിയോടുള്ള എംഎൽഎയുടെ നിസ്സംഗത അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ടി.എൻ. പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സംഘടനകളുമായും കൈകോർക്കാൻ എസ്എഫ്ഐ തയ്യാറാണെന്ന് സംസ്ഥാന സെക്രട്ടറി പി.എം. ആർഷോ. 2 ദിവസം നീണ്ടുനിൽക്കുന്ന എസ്എഫ്ഐ 48ാം ജില്ലാ സമ്മേളനത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. ബീച്ച് പരിസരങ്ങളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക മയക്കുമരുന്നായ 800 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കടപ്പുറം സ്വദേശികളായ മുഹ്സിൻ, മുദ്സിർ എന്നിവർ. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണായി ജൂലറ്റ് വിനു ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന മാഗി ജോൺസൺ മുന്നണിയിലെ ധാരണയനുസരിച്ച് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോടുകൂടിയ മിതമായതും ഇടത്തരമായതുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 13 മുതൽ 15 വരെ അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 13 മുതൽ 17 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. റായലസീമ മുതൽ കോമറിൻ മേഖല വരെ 900 മീറ്റർ വരെ ഉയരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ബീച്ച് പരിസരങ്ങളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക മയക്കുമരുന്നായ 800 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് കടപ്പുറം വട്ടേക്കാട് രായ്മരക്കാർ വീട്ടിൽ 35 വയസ്സുള്ള മുഹസിൻ, അറക്കൽ വീട്ടിൽ 27 വയസ്സുള്ള മുദ്സിർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തൃശൂർ റേഞ്ച് ഡിഐജിയുടെ ഉത്തരവ് പ്രകാരം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ടി.എസ്. സിനോജിന്റെ നേതൃത്വത്തിൽ നടന്ന കോമ്പിംഗ് ഡ്യൂട്ടിയോടനുബന്ധിച്ച് നടന്ന പരിശോധനയ്ക്കിടെയാണ് മയക്കുമരുന്നുമായി പ്രതികൾ പിടിയിലായത്. ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിക്കുന്ന ഹാഷിഷ് ഓയിൽ ചാവക്കാട് എടക്കഴിയൂർ മേഖലകളിൽ തീരദേശം കേന്ദ്രീകരിച്ച് ചെറിയ പാക്കറ്റാക്കി ആവശ്യക്കാർക്ക് എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെയും കാപ്പ ഉൾപ്പെടെയുള്ള നടപടികളാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. സബ് ഇൻസ്പെക്ടർമാരായ പി.എ. ബാബുരാജൻ, പി.എസ്. അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഇ.കെ. ഹംദ്, സന്ദീപ്, വിനോദ്, പ്രദീപ്, റോബർട്ട്, സുബീഷ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, ചാവക്കാട്. ശക്തമായ കാറ്റിൽ തൃശൂർ മെഡിക്കൽ കോളേജ് വളപ്പിലെ മരക്കൊമ്പ് പൊട്ടിവീണു. നെഞ്ചുരോഗ ആശുപത്രി ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലേക്കാണ് വലിയ ശബ്ദത്തോടുകൂടി മരക്കൊമ്പുകൾ പൊട്ടിവീണത്. വൈകിട്ടായിരുന്നു സംഭവം. കാറുകൾക്കും മറ്റ് വാഹനങ്ങൾക്കും മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. ഈ സമയം വാഹനങ്ങളിൽ ആളില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. പോലീസ് സ്ഥലത്തെത്തി. സംഭവത്തിൽ വാഹനങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചൂണ്ടൽ പാറന്നൂരിൽ കെഎസ്ആർടിസി ബസിന്റെ മുൻവശത്തെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് വെളിയമ്പം സ്വദേശി മടപ്പറമ്പിൽ വീട്ടിൽ ജെയ്സനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ കേച്ചേരി പാറന്നൂരിൽ വെച്ചാണ് കെഎസ്ആർടിസി ബസിന് നേരെ കല്ലേറുണ്ടായത്. വയനാട് മൂന്നാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി ബസിന് നേരെയാണ് പ്രതി പാറന്നൂരിൽ വെച്ച് കല്ലെറിഞ്ഞത്. കല്ലേറിൽ കെഎസ്ആർടിസി ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. സംഭവത്തിൽ കെഎസ്ആർടിസിക്ക് 40,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കാണിച്ച് ജീവനക്കാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഈ സമയം മേഖലയിലൂടെ കടന്നുപോയ മറ്റു വാഹനങ്ങൾക്ക് നേരെയും പ്രതി കല്ലെറിഞ്ഞതായി പറയുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.
തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ അഴുകിയ മത്സ്യം വിൽക്കുന്നു എന്ന രീതിയിൽ പ്രചരിച്ച വീഡിയോ വസ്തുതാവിരുദ്ധമാണെന്ന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വ്യക്തമാക്കി. ചൊവ്വാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. മത്സ്യാവശിഷ്ടങ്ങൾ ശേഖരിച്ച് വളം നിർമ്മാണത്തിനും മറ്റുമായി നൽകുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനം പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മത്സ്യാവശിഷ്ടങ്ങൾ കൊണ്ടുപോകുന്നതിനു മുൻപായി കഴുകി വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിച്ചത്. സ്ഥലത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയിരുന്നു. തുറക്കുളം മാർക്കറ്റിൽ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പദ്ധതി രൂപീകരിച്ചിട്ടുള്ളതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ഇടതു ജനപ്രതിനിധികളുടെ ഓണറേറിയം, ഹരിതകർമ്മസേന, നഗരസഭ സുഭിക്ഷ ഹോട്ടൽ തുടങ്ങിയവയുടെ വിഹിതം ഉൾപ്പെടെയുള്ള തുകയാണ് നൽകുക. കൌൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PM സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, PK ഷബീർ, ബിജു C ബേബി, ലബീബ് ഹസൻ, ഷാജി ആലിക്കൽ, ബിനുപ്രസാദ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സംഘടനകളുമായും കൈകോർക്കാൻ SFI തയ്യാറാണെന്ന് സംസ്ഥാന സെക്രട്ടറി PM ആർഷ് പറഞ്ഞു. 2 ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുന്ന SFI 48ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും SFI പൊരുതി നേടിയതാണ്. RSS BJP സഖ്യത്തെ വഴിവിട്ട് സഹായിക്കുന്ന ഗവർണർ ജനാധിപത്യ ധ്വംസനമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് R വിഷ്ണു അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, മുൻ MLA KV അബ്ദുൽ ഖാദർ, TT ശിവദാസൻ, SFI കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KV അനുരാഗ്, ഹസൻ മുബാറക്, AA അക്ഷയ്, ജാൻവി K സത്യൻ, KU സരിത തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പോകുന്നതിനിടെ വാഹനാപകടത്തിൽ മരിച്ച പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് MA അപർണയുടെ പേരാണ് സമ്മേളന നഗരിക്ക് നൽകിയിരിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഥകളും പൊതുസമ്മേളനവും ഉപേക്ഷിച്ച് സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. തൃശൂർ കുന്നംകുളം റോഡിലെ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം സഞ്ചാരയോഗ്യമാക്കുക, റോഡ് അറ്റകുറ്റപ്പണിയോടുള്ള MLAയുടെ നിസ്സംഗത അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ MP ആയിരിക്കുമ്പോൾ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ മികച്ച നിലവാരത്തിലുള്ള റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അറിയിച്ചത്. ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയേണ്ടി വരും. ജില്ലയിലെ തൃശൂർ കുറ്റിപ്പുറം, തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയുടെ പുനർനിർമ്മാണത്തിൽ സർക്കാർ കാണിക്കുന്ന അനാസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നും TN പ്രതാപൻ വ്യക്തമാക്കി. ആദരണീയനായ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ നമ്മുടെ ജില്ലയിലെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാവരും മണലൂർ MLAയും കുന്നംകുളം MLAയും തൃശ്ശൂർ MLAയും ഉൾപ്പെടെയുള്ള MLAമാരടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് അന്ന് നടത്തിയ പ്രഖ്യാപനം ഈ റോഡ് അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡായി മാസങ്ങൾക്കുള്ളിൽ മാറും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്താൽ പാരീസിലെ പോലത്തെ റോഡ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവിടെ ഇത് നോക്കാനും പറയാനും ആരും ഇല്ലാത്ത സ്ഥിതിയിലായി മാറിയിരിക്കുന്നു നമ്മുടെ ജില്ലയിലെ സാഹചര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളൊരു തെറ്റ് മാത്രമാണ് തൃശൂർ ജില്ലയിലെ ജനങ്ങൾ ചെയ്ത തെറ്റ്. പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത്, V വേണുഗോപാൽ, PK രാജൻ, KB ജയറാം, AT സ്റ്റീഫൻ, ആൻഡോ പോൾ, മണ്ഡലം പ്രസിഡന്റുമാരായ RM ബഷീർ, BV ജോയ്, ഷാജു തരകൻ, പ്രസാദ് വാഗ, ആൻഡോ ലിജു, PB ഗിരീഷ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ്, മീര ജോസ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ ബുധനാഴ്ച രാവിലെ 10 വരെയാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന സമാപന യോഗം മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്യും. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരം വരവായി 4,38,55,787 രൂപയും 1 കിലോ 819 ഗ്രാം 400 മില്ലിഗ്രാം സ്വർണവും 11 കിലോ 250 ഗ്രാം വെള്ളിയും ലഭിച്ചു.
കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 16ഉം നിരോധിച്ച 1000 രൂപയുടെ 20ഉം 500ന്റെ 46 കറൻസിയും ലഭിച്ചു. ധനലക്ഷ്മി ബാങ്ക് ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഇതിനു പുറമെ ഈ ഭണ്ഡാരം വഴി 2,57,811 രൂപയും ലഭിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണായി ജൂലറ്റ് വിനു ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന മാഗി ജോൺസൺ മുന്നണിയിലെ ധാരണയനുസരിച്ച് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഇടതുമുന്നണിയിലെ ധാരണയനുസരിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ഘടകകക്ഷികൾക്കായി വീതം വെച്ചിരുന്നു. ആദ്യത്തെ 2 വർഷം CPIക്കും പിന്നീടുള്ള 3 വർഷത്തിൽ 1.5 വർഷം വീതം NCPക്കും കേരള കോൺഗ്രസിനുമായാണ് മാറ്റിവെച്ചിരുന്നത്. NCP പ്രതിനിധിയായ മാഗി ജോൺസൺ ദിവസങ്ങൾക്ക് മുൻപ് രാജിവെച്ചിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസർ K. മനോജ് വരണാധികാരിയായി. ജൂലറ്റ് വിനുവിനെ കൂടാതെ VP ലീല, KT ബാലകൃഷ്ണൻ, ആൻഡോപോൾ എന്നിവരാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗങ്ങൾ. ജൂലറ്റ് വിനുവിന്റെ നാമനിർദ്ദേശ പത്രിക മാത്രമാണ് ലഭിച്ചിരുന്നത്. മറ്റ് നാമനിർദ്ദേശങ്ങൾ ഇല്ലാത്തതിനാൽ ജൂലറ്റ് വിനുവിനെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിച്ചു. തുടർന്ന് ജൂലറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ഹസനുൽ ബന്ന, ആരോഗ്യ വിദ്യാഭ്യാസ മുൻ ചെയർപേഴ്സൺമാരായ VP ലീല, മാഗി ജോൺസൺ, സെക്രട്ടറി KE ഉണ്ണി, വിവിധ കക്ഷി നേതാക്കളായ MB പ്രവീൺ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, രാധാകൃഷ്ണൻ പയ്യൂർ എന്നിവർ അനുമോദന പ്രസംഗങ്ങൾ നടത്തി. ജൂലറ്റ് വിനു മറുപടി പ്രസംഗം നടത്തി. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണം നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, വൈസ് ചെയർമാൻ KK മുബാറക്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്നാരായണ ദിവെ, ചാവക്കാട് താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷപ്ന കൃഷ്ണൻ അമ്മമാർക്ക് ക്ലാസ് എടുത്തു. ഹെൽത്തി ബേബി കോൺടെസ്റ്റിൽ പങ്കെടുത്ത അമ്മമാർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ കൌൺസിലർമാർ, അംഗൻവാടി വർക്കേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. കൌൺസിൽ യോഗത്തിൽ ഉയർന്ന പൊതു അഭിപ്രായങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചെയർമാൻ. മാലിന്യ വിഷയവും റോഡുകൾ വീതി കൂട്ടുന്നതും സംബന്ധിച്ച അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് പ്രചരിക്കുന്നത്. റോഡുകൾ വീതി കൂട്ടുന്നതിനായി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കാൻ നഗരസഭയ്ക്ക് കഴിയില്ല. വസ്തുതകൾക്ക് നിരക്കാത്തതും ഭീതി വരുത്തുന്നതുമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളും ജാഗ്രത പാലിക്കണം. മാസ്റ്റർ പ്ലാനിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ നഗരസഭയ്ക്ക് കഴിയില്ല. സോണുകളിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയും. ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച മാസ്റ്റർ പ്ലാനിന്റെ കോപ്പി കൌൺസിലർമാർക്ക് നൽകും. പ്രതിപക്ഷ അംഗങ്ങൾക്ക് മാസ്റ്റർ പ്ലാനിന്റെ കോപ്പി മുൻകൂറായി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാൻ മാത്രമായി പ്രത്യേകം കൌൺസിൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. സോൺ തിരിച്ചുള്ള പ്രശ്നങ്ങൾ കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടിയാൽ അക്കാര്യം ചർച്ച ചെയ്ത് സർക്കാരിനെ സമീപിക്കാൻ നഗരസഭയ്ക്ക് കഴിയും. നഗരസഭയുടെ വിവിധ വകുപ്പുകളിലും കൌൺസിലർമാർക്കും പരാതി നൽകിയാൽ മറുപടി ലഭിക്കുന്നില്ലെന്ന് പ്രൊഫസർ PK ശാന്തകുമാരി പറഞ്ഞു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മറുപടി നൽകാൻ ഓഫീസ് മേലാധികാരികൾ ശ്രദ്ധിക്കണമെന്നും ചെയർമാൻ നിർദ്ദേശിച്ചു. ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. സ്തുത്യർഹ സേവനത്തിനുള്ള ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് എരുമപ്പെട്ടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ K. സഗുൺ അർഹനായി. ആറ്റൂർ ചാത്തനാത്ത് പരേതനായ സുകുമാരന്റെയും കാഞ്ചനയുടെയും മകനാണ് സഗുൺ. 2012 സർവീസിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ 3 വർഷമായി എരുമപ്പെട്ടി സ്റ്റേഷനിൽ സേവനം ചെയ്യുന്നു. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന സഗുൺ തീർത്തും ജനകീയനാണ്. മികച്ച കുറ്റാന്വേഷകനായ സഗുൺ തെളിയിക്കപ്പെട്ട നിരവധി കേസുകളിലെ അന്വേഷണ സംഘങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് പ്രതികളെ പിടികൂടിയ സംഘങ്ങളിലും അംഗമാണ്. സ്വാതി, ഭാര്യ, അറഫ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ്, 2ാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈത് എന്നിവർ മക്കളാണ്. തൃശൂർ സഹോദയയുടെ കീഴിലുള്ള CBSE സ്കൂളുകളിലെ അധ്യാപകർക്കായുള്ള കലോത്സവം ഓഗസ്റ്റ് 16 മരത്തംകോട് ബ്ലൂമിംഗ് ബഡ്സ് CBSE സ്കൂളിൽ നടക്കും. ജില്ലയിലെ വിവിധ CBSE സ്കൂളുകളിൽ നിന്നായി 1500ഓളം അധ്യാപകർ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. ജില്ലാ സഹോദയയുടെ കീഴിൽ 4ാമത്തെ വർഷമാണ് അധ്യാപകർക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ബദനി മാനേജ്മെന്റിന് കീഴിലുള്ള ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ ആദ്യമായാണ് മത്സരത്തിന് വേദിയാകുന്നത്. സ്കൂളിൽ വിവിധയിടങ്ങളിൽ ഒരുക്കിയ 7 വേദികളിലായാണ്
സ്റ്റേജ്, ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ അരങ്ങേറുക. 16 രാവിലെ 9 മണിക്ക് പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിക്കും. വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എഴുത്തുകാരൻ ആനന്ദ് മധുസൂദനൻ മുഖ്യാതിഥിയാകും. സഹോദയ ഭാരവാഹികളായ ഡോക്ടർ M ദിനേശ് ബാബു, MK രാമചന്ദ്രൻ, ഷമീം ബാവ, ബാബു കോയിക്കര, ഫാദർ ബെഞ്ചമിൻ OIC, ഷേബ ജോർജ് എന്നിവർ നേതൃത്വം നൽകും. ചാവക്കാട് ICDS പ്രൊജക്ടും പുന്നേർകുളം വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ന്യൂട്രീഷൻ ഭക്ഷണങ്ങളുടെ പ്രദർശനവും നടത്തി. അണ്ടത്തോട് VP മാമു സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടിയിൽ പുന്നേർകുളം പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലെയും അമ്മമാരെയും ഗർഭിണികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. അംഗൻവാടി ടീച്ചർമാരുടെ നേതൃത്വത്തിൽ വിവിധ ന്യൂട്രീഷൻ ഭക്ഷണങ്ങളുടെ മത്സര പ്രദർശനവും കുട്ടികളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായി. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുന്നേർകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആലത്തയിൽ മൂസ, പ്രേമ സിദ്ധാർത്ഥൻ, അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, NK പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ബോധവൽക്കരണ ക്ലാസിന് B ശ്രീജ, M വന്ദന തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർഡ് മെമ്പർമാരും അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നേർകുളം. അഗതിയൂർ കലശമല ഇക്കോ ടൂറിസം പദ്ധതിയുടെ സമീപത്തെ വലിയ വെട്ടുക്കൽ പാറകൾ മേഖലയിലെ കോളനി നിവാസികൾക്ക് ഭീഷണിയാകുന്നു. പാറയ്ക്ക് വിള്ളലുകൾ ഉള്ളതിനാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴുമെന്ന ആശങ്കയിലാണ് 20ഓളം കുടുംബങ്ങൾ. കോളനി ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെ സ്ഥലത്തായതിനാൽ വൈസ് പ്രസിഡന്റ് NS സുമേഷിന്റെ പരാതിയെ തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പോർക്കുളം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് വെട്ടുകൽ പാറകൾ നിൽക്കുന്നത്. ഈ പാറകൾക്ക് അടിവശത്തായി ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 20ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പാറയ്ക്ക് വിള്ളൽ മുൻപുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വിള്ളൽ കൂടുതലായതായി വരുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പാറ അപകടകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് കണ്ടെത്തി. പാറ പൊളിച്ച് നീക്കം ചെയ്യേണ്ടതുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തി. പാറയ്ക്ക് അടിവശത്തായി കോൺക്രീറ്റ് റോഡ് പണിതതാണ് വിള്ളൽ രൂക്ഷമാകാൻ കാരണമെന്നും ആരോപണമുണ്ട്. അവര് വന്നിട്ട് പറഞ്ഞപ്പോ ഇത് പൊട്ടിച്ചേരാന്ന് പറഞ്ഞാണിപ്പോ. ഇതിപ്പോ ഞങ്ങളൊരു 10-32 വീട് ഇവിടെ താമസിക്കുന്നുണ്ട്, വീട് വെച്ച് താമസിക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്ന കാലത്തൊന്നും ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ നന്നായി ഉണ്ടാവുന്നു. അതിന് നടുക്ക് കൂടെ ഒരു മരം വളരുണ്ട്, അതാണ് പ്രശ്നം. അപ്പൊ അവരത് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാണ് ഇവിടെ ഉള്ള എല്ലാവരും പേടിച്ചിട്ടൊക്കെയാണ് ഇരിക്കണേ. ദേശബോധ സന്ദേശവുമായി NCCയുടെ തിരംഗ 2024 റാലിക്ക് തുടക്കമായി. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24 കേരള ബറ്റാലിയൻ NCCയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ NCC യൂണിറ്റുകളെ ഉൾപ്പെടുത്തി സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായാണ് തിരംഗ 2024 സംഘടിപ്പിച്ചത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു കേഡറ്റുകൾക്ക് ദേശീയ പതാകയുടെ ബാഡ്ജ് ധരിപ്പിച്ചുകൊണ്ട് റാലി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയബോധത്തിന്റെയും ചിഹ്നമായ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ പ്രത്യേകതകൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NCC തിരംഗ 2024 പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പഴഞ്ഞി മാർ ഡയോനിഷ്യസ് കോളേജിലും മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലും കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലും തിരംഗ 2024ന്റെ ഭാഗമായി റാലിയും സെമിനാറുകളും ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിക്കും. 24 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ RL മനോജ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷ് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചിങ്ങ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മഞ്ജുളാലിന് മുന്നിൽ കൊടിയേറ്റം നിർവഹിച്ചു. വാദി പ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ കേളിവന്ദനം അകമ്പടിയായി. തുടർന്ന് സമുദായ സമന്വയ ജ്യോതി തെളിയിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും കൊടിക്കൂറകൾ ഉയർത്തി. ചിങ്ങപ്പിറവി ദിനമായ ശനിയാഴ്ചയാണ് ചിങ്ങ മഹോത്സവം. ആഘോഷ കമ്മിറ്റി ചെയർമാൻ GK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായിരുന്നു. KT ശിവരാമൻ നായർ, രവി ചങ്കത്ത്, അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ശശി കേനാടത്ത്, ശ്രീധരൻ മാമ്പുഴ, ജയറാം ആലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശിക ഓണോത്സവങ്ങൾ നടത്താൻ സർക്കാർ അനുവദിക്കണമെന്ന് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കേച്ചേരി. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം ഉപേക്ഷിച്ച സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചതായും രവി കേച്ചേരി വ്യക്തമാക്കി. പക്ഷെ ഇത് ഇങ്ങനെയല്ല
ആ സ്വതന്ത്രമായിട്ടുള്ള കലാപരിപാടികൾ നടത്തുന്നതിനോ ആഘോഷം നടത്തുന്നതിനോ മറ്റു ജില്ലകളിൽ വിലക്കില്ല എന്നുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ ഒരു ദുരവസ്ഥ കലാകാരന്മാർക്ക് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം തീരുമാനങ്ങളൊക്കെ ഉത്തരവുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു തൊഴിൽ വിഭാഗം ഉണ്ടെന്നും ആ തൊഴിൽ മേഖലയെ നമ്മൾ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് അധികാരികൾ കാണാതെ പോകുന്നത് ശരിയില്ല എന്നാണ് പറയാനുള്ളത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള ഈ വർഷത്തെ ഓണാഘോഷവും മറ്റു പരിപാടികളും ഉപേക്ഷിച്ച സർക്കാർ തീരുമാനം മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ജില്ലാ കലാ സാംസ്കാരിക പ്രാദേശിക കൂട്ടായ്മകളുടെ സ്വതന്ത്ര ഓണം പരിപാടികൾ നടത്താൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപനത്തിൽ ഉണ്ടാകണമായിരുന്നു. ഈ ഉത്തരവിനെ തുടർന്ന് പലരും പ്രാദേശിക പരിപാടികൾ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഓഫ് സീസൺ കഴിഞ്ഞ് വരുന്ന ഓണം പ്രാദേശിക കലാകാരന്മാരുടെ ജീവിതത്തിന് വലിയ പ്രതീക്ഷയാണ്. പാരിസ്ഥിതികവും സാമൂഹിക ആരോഗ്യപരവുമായ ദുരന്തങ്ങളുടെ ഇരകളായി മാറുന്ന കലാകാരന്മാരും ദുരന്തഭൂമിക്ക് കൈത്താങ്ങായി അവരാലാകുന്ന സഹായങ്ങൾ നൽകുന്നവരാണ്. ഇതിനും കലാകാരന് തൊഴിൽ ഉണ്ടാകണം. ദുരന്തങ്ങൾ വരുമ്പോൾ ആദ്യം മാറ്റിവെക്കുന്നത് ആഘോഷ പരിപാടികളാണ്, പ്രത്യേകിച്ച് ഔട്ട്ഡോർ സ്റ്റേജ് പരിപാടികൾ. അത് അടിസ്ഥാന കലാകാരന്മാരുടെയും അനുബന്ധ തൊഴിലാളികളെയും ചെറുകിട ബിസിനസ്സുകാരെയും ജീവിതത്തെ ദുരിതത്തിലാഴ്ത്തുന്നു. തൃശൂരിലെ പുലിക്കളി നിർത്തിവെച്ചപ്പോൾ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അഡ്വാൻസ് തുക വാങ്ങി ചെലവഴിച്ച കലാകാരന്മാരുടെ തലയിൽ വലിയ ബാധ്യതകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. കലാകാരന്മാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാത്ത നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും സർക്കാരും കോർപ്പറേഷനും കൈക്കൊള്ളണമെന്ന് നന്മ സംസ്ഥാന നിർവാഹക സമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നതായും രവി കേച്ചേരി വ്യക്തമാക്കി. CCTV ന്യൂസ്, കേച്ചേരി. പുന്നയൂർ മന്നലാംകുന്ന് GFUP സ്കൂളിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിർമ്മിച്ച ടോയ്ലറ്റിന്റെയും അനുബന്ധ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം നടന്നു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ആഷിത നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് റാഫി മാലിക്കുളം, വൈസ് പ്രസിഡന്റ് VH റബിയത്ത്, TA ആയിഷ, യൂസഫ് തണ്ണിത്തുറയ്ക്കൽ, റുക്കിയ ഹനീഫ, ഡോക്ടർ TK അനീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന 30 വീടുകൾക്കും വിദ്യാർത്ഥികളുടെ പഠന ചിലവിലേക്കുമുള്ള ധനസമാഹരണാർത്ഥം പെരുമ്പിലാവിൽ സ്നേഹത്തിന്റെ ചായക്കട തുടങ്ങി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്ത വയനാടൻ സ്നേഹത്തിന്റെ ചായക്കട ചൊവ്വാഴ്ച രാത്രി 12 വരെ പ്രവർത്തിക്കും. ആദ്യ ദിവസം 29,850 രൂപയുടെ കച്ചവടം നടന്നതായി ഭാരവാഹികൾ അറിയിച്ചു. കടവല്ലൂർ മണ്ഡലത്തിലെ യൂത്ത് കെയർ പ്രവർത്തകരെ യാത്രാമധ്യേ അപ്രതീക്ഷിതമായി എത്തിച്ചേർന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിനന്ദിച്ചു. ചായക്കടയിലെത്തിയ പെരുമ്പിലാവ് എഴുത്തുപുരയ്ക്കൽ സരസ്വതിയും മകൻ രഞ്ജിത്തിന്റെ മക്കളായ ആവണിയും ആരുഷും ഓണത്തിനും പിറന്നാളാഘോഷത്തിനുമായി കരുതിവച്ചിരുന്ന 5000 രൂപ നൽകി മാതൃകയായി. വരും ദിവസങ്ങളിൽ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പത്ര ചലഞ്ചിലൂടെ തുക സമാഹരിക്കുമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹക്കിം MH പറഞ്ഞു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സജാദ് ആൽത്തറ, ശ്യാംജിത രാജൻ, ഷെരീഫ് കരിക്കാട് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മോഹൻദാസിന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചാൽ വയനാട്ടിൽ വീടൊരുങ്ങും. DYFI വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ ഫണ്ട് കണ്ടെത്തുന്നതിനായി ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനം വിതരണം ചെയ്യുകയാണ് മോഹൻദാസ്. കേച്ചേരി ആളൂർ റോഡിലെ മോഹൻദാസിന്റെ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനമാണ് മുഴുവനായി നിർമ്മാണ ചിലവിലേക്ക് നൽകുന്നത്. DYFI കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചായക്കട പ്രവർത്തനം. പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച രാത്രി 9 മണിവരെയാണ് ചായക്കട പ്രവർത്തിക്കുന്നത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ എന്നിവർക്ക് ചായ നൽകി ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേച്ചേരി മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, VM നിസാം, വിഷ്ണു വിജയൻ, സഹല കേച്ചേരി, സനൽ മഴുവഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. വയനാട് ദുരന്തത്തിൽപ്പെട്ട വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിനും സർക്കാരുമായി കൈകോർക്കാനുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച ഫണ്ട് കൈമാറൽ ആരംഭിച്ചു. ജില്ലയിലെ 230 യൂണിറ്റുകളിൽ നിന്ന് ശേഖരിച്ച ഫണ്ട് നിയോജകമണ്ഡലം കമ്മിറ്റിക്കാണ് കൈമാറുന്നത്. വീടും സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട മുഴുവൻ വ്യാപാരികൾക്കും വീടും സ്ഥാപനവും നിർമ്മിച്ചു നൽകുമെന്നും ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞ വ്യാപാരി കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സീനിയർ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് പറഞ്ഞു. വ്യാപാരികളുടെ പുനരധിവാസത്തെക്കുറിച്ച് ആരും തന്നെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ലെന്നും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി സ്ഥാപനങ്ങൾ നിർമ്മിച്ച് വ്യാപാരികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും അബ്ദുൽ ഹമീദ് കൂട്ടിച്ചേർത്തു.
ഏകോപന സമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിലാണ്. നഷ്ടപ്പെട്ട വ്യാപാരികളുടെ കച്ചവട സ്ഥാപനങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ നിർമ്മിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ നിർമ്മിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയൊരു ദൗത്യവുമായാണ് ഏകോപന സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആവശ്യത്തിനായി സംസ്ഥാനത്തൊട്ടാകെ 3500-ൽ പരം യൂണിറ്റുകളിൽ നിന്ന്, അംഗങ്ങളിൽ നിന്ന് ധനം സമാഹരിച്ച് ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിക്കൊണ്ട് അതിനുള്ള പണം കണ്ടെത്താനാണ് ശ്രമിച്ചു വരുന്നത്. അത് അവസാന ഘട്ടത്തിലാണ്. വീട് നിർമ്മിച്ചു നൽകുന്നതിലേക്ക് സർക്കാരിന് 3 ഹെക്ടർ ഭൂമി നൽകുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച തൃശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ കച്ചവടക്കാർക്ക് സഹായം നൽകുന്നുണ്ടെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. തിരുവത്ര യൂണിറ്റ് ശേഖരിച്ച ഫണ്ട് യൂണിറ്റ് പ്രസിഡന്റ് RH ഹാരിസ്, സെക്രട്ടറി TV ആനന്ദ്, ട്രഷറർ ജംഷീർ അലി, എക്സിക്യൂട്ടീവ് അംഗം K ബാബു എന്നിവർ ചേർന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, നിയോജകമണ്ഡലം കൺവീനർ ജോജി തോമസ് എന്നിവർക്ക് കൈമാറി. CCTV ന്യൂസ്, ചാവക്കാട്. സൈക്കിൾ വാങ്ങാനായി സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി 6ാം ക്ലാസ്സുകാരൻ മാതൃകയായി. വെള്ളാറ്റഞ്ഞൂർ പുല്ലാനിക്കുഴിയിൽ ശിവൻ ബിനിത ദമ്പതികളുടെ മകൻ ആദിദേവാണ് തുക നൽകിയത്. CPM പ്രവർത്തകരായ KG ഗോപിനാഥൻ, ലോക്കൽ കമ്മിറ്റി അംഗവും വേലൂർ പഞ്ചായത്ത് വികസനകാര്യ ചെയർമാനുമായ CF ജോയ്, ബ്രാഞ്ച് സെക്രട്ടറി KV പ്രദീപ് എന്നിവർക്കാണ് തുക കൈമാറിയത്. വയനാടിന് കൈത്താങ്ങായി കുന്നംകുളം നഗരസഭ കുടുംബശ്രീ 1-2 CDSകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3,82,591 രൂപയുടെ ചെക്ക് കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ ചേംബറിലെത്തിയാണ് CDS ചെയർപേഴ്സൺമാർ സഹായധനം ചെക്കായി നൽകിയത്. CDS 1 178 അയൽക്കൂട്ടങ്ങളിൽ നിന്നായി 2,46,941 രൂപയും CDS 2 160 അയൽക്കൂട്ടങ്ങളിൽ നിന്നായി 1,35,650 രൂപയുമാണ് സമാഹരിച്ചത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, PK ഷബീർ, കൌൺസിലർ പുഷ്പ മുരളി, CDS ചെയർപേഴ്സൺമാരായ ശശികല അനിരുദ്ധൻ, ഷിജി നികേഷ്, സൂപ്രണ്ട് സാജൻ C ജേക്കബ്, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബിന്നു, കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൌൺസിലർ വിജി ജോസ്, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാലിനെ അനുമോദിച്ചു. കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനത്തിനിടെയാണ് കായിക താരങ്ങളുടെ നേതൃത്വത്തിൽ ഹരിദയാലിനെ അനുമോദിച്ചത്. ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നതിനിടെയാണ് മുൻ കായിക താരം കൂടിയായ ഹരിദയാലിനെ തേടി പുതിയ സ്ഥാനലബ്ധിയെത്തിയത്. 2010 മുതൽ ശ്രീകൃഷ്ണ കോളേജിൽ കായികാധ്യാപകനാണ് ഹരിദയാൽ. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് BCom, അണ്ണാമലൈ സർവകലാശാലയിൽ നിന്ന് MA സോഷ്യോളജി, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MPhil, കാരക്കുടി അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പോർട്സ് മാനേജ്മെൻറ്റിൽ PG ഡിപ്ലോമ, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhDയും കരസ്ഥമാക്കിയാണ് കായികാധ്യാപന രംഗത്തേക്ക് ഹരിദയാൽ ചുവടുറപ്പിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2020-23 കാലഘട്ടത്തിൽ അക്കാദമിക് കൗൺസിൽ അംഗമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2009 ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിലേക്ക് ആദ്യമായി ഭാരതിയാർ യൂണിവേഴ്സിറ്റി ടീം യോഗ്യത നേടിയപ്പോൾ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ്റെ റോൾ ഹരിദയാലിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു. 2016 സൗത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിലും ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിലും കിരീടം നേടിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൻ്റെ ടീം മാനേജറായിരുന്നത് ഹരിദയാലായിരുന്നു. 2010, 2015, 2019 വർഷങ്ങളിൽ അഖിലേന്ത്യാ ചാമ്പ്യൻഷിപ്പുകൾ നേടിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ് ടീമുകളുടെ മാനേജർ സ്ഥാനവും വഹിച്ചു. കായിക അധ്യാപകൻ എന്നുള്ള നിലയ്ക്കുള്ള സർവീസിൻ്റെ 30ാമത്തെ വർഷമാണ്. ഈ മെയ് മാസം 2025 മെയ്യിൽ ഞാൻ റിട്ടയർ ആവാണ്. പല സ്ഥാനങ്ങളും നമ്മൾ തേടിയെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ കാരണം നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളാണ്. കുട്ടികളാണ് എല്ലാ അധ്യാപകൻ്റെയും ശക്തി എന്ന് പറയുന്നത്. 2015 2023 അഖിലേന്ത്യാ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പ് നേടിയ കാലിക്കറ്റ് സർവകലാശാലയുടെ മികച്ച ഫിസിക് ടീമിൻ്റെ ടീം മാനേജർ എന്ന നിലയിലും ഹരിദയാൽ പ്രവർത്തിച്ചിരുന്നു. കേരള സ്റ്റേറ്റ് അത്ലറ്റിക്സ് അസോസിയേഷൻ്റെ 2020-23 കോച്ചുകളുടെ വിദ്യാഭ്യാസ പരിപാടിയുടെ ചെയർമാൻ പദവിയും അദ്ദേഹം വഹിച്ചു. എക്കാലത്തും ശ്രീകൃഷ്ണയുടെ അഭിമാന താരങ്ങളും ഒളിമ്പ്യന്മാരുമായ കുഞ്ഞു മുഹമ്മദ്, മുഹമ്മദ് അനസ് എന്നിവരെ വാർത്തെടുത്തതിലും ഹരിദയാലിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. കഴിമ്പ്രം സ്വദേശിയായ ഹരിദയാലിൻ്റെ സഹധർമ്മിണി CBSE അധ്യാപികയായ ഗ്ലോറിയാണ്. മകൾ ഡോക്ടർ ദുർഗാദയാൽ MBBS പൂർത്തിയാക്കി പ്രാക്ടീസ് ചെയ്യുന്നു. CCTV ന്യൂസ്, കേച്ചേരി.
വേലൂർ വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ആദൂർ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥിയായി. ബാങ്ക് പ്രസിഡന്റ് TM വേണു, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, പഞ്ചായത്ത് മെമ്പർ PM മുഹമ്മദ് കുട്ടി, ബാങ്ക് സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ആദ്യകാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ കഷ്ടപ്പാടും അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ വളർന്നു വന്നത്. അത്രയേറെ വിശ്വാസ്യത നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ അർപ്പിച്ചു. അപ്പോൾ ആ സഹകരണ പ്രസ്ഥാനം തങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നമ്മുടെ നാടാകെ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വാസ്യത ഏറി വന്നത്. അതുകൊണ്ടാണ് ഇത്ര വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ ഒരുക്കാൻ കഴിയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ എരുമപ്പെട്ടി സ്വദേശിനി KS ആദ്രയെ കോൺഗ്രസ് അനുമോദിച്ചു. വാർഡ് മെമ്പർ റിജി ജോർജിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയായിരുന്നു അനുമോദനം. കോൺഗ്രസ് പ്രവർത്തകരായ MC സെബാസ്റ്റ്യൻ, രാമചന്ദ്രൻ, CT സണ്ണി, MC ജോർജ്, ഉണ്ണികൃഷ്ണൻ, വിനോദ്, ഷൈജു എന്നിവർ പങ്കെടുത്തു. കോട്ടപ്പുറം കണ്ണാമ്പാറ തെക്കേതിൽ ശ്രീരാമൻ സുധ ദമ്പതികളുടെ മകളാണ് ആതിര. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 14 ബുധനാഴ്ച തിപ്പിലശ്ശേരി കസ്തൂർബ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പരിപാടി അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MI അബ്ദുൾ അസീസ് ഉദ്ഘാടനം നിർവഹിക്കും. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജു മുഹമ്മദ് ഉണ്ണി, പള്ളിക്കുളം വാർഡ് മെമ്പർ MH ഹക്കീം തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. 2 കുടുംബങ്ങളുടെ വീട് പുനരുദ്ധാരണവും 3 കുടുംബങ്ങളുടെ വീടുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ 2ഇടങ്ങളിലായി റോഡ് കോൺവെക്സ് മിററിന്റെ സ്ഥാപനവുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാരുണ്യ പദ്ധതിയിൽ നമ്മൾ മുഖ്യമായിട്ടും ചെയ്യാനിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആ കോളനിയിലെ 2 കുടുംബങ്ങളുടെ വീടുകളുടെ റെനോവേഷൻ ആണ് നമ്മൾ നടത്താനിരിക്കുന്ന പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ 3 കുടുംബങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ഈ ഒരു പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ കോളനി നിൽക്കുന്ന 11ാം വാർഡിൽ 2ഇടങ്ങളിലായിട്ട് നമ്മൾ കോൺവെക്സ് മിററുകൾ റോഡുകളിൽ പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ സമ്മേളനത്തിൽ NSS പ്രോഗ്രാം ഓഫീസർ MS സൗമിയ, IQAC കോർഡിനേറ്റർ TJ മിനി, ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഷെഫീഖ് പുളിക്കൽ, NSS സ്റ്റുഡന്റ് കോർഡിനേറ്റർ കാവ്യ രാജേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ K ജസീറ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. വേലൂർ സെന്റ് സേവിയേഴ്സ് UP സ്കൂളിൽ കലന്തിക് ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സിനിമാ ടെലിവിഷൻ താരം അഖിലേഷ് തയ്യൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് വിജോയ് വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ഫാദർ റാഫേൽ താണിശ്ശേരി മുഖ്യാതിഥിയായി. MPTA പ്രസിഡന്റ് സൗമ്യ ജിജു, HM ഇൻചാർജ് KJCG, അധ്യാപിക ഡെയ്സി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പാതയോരത്തെ മൺകൂനകൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ കേച്ചേരി കുറാഞ്ചേരി റോഡിന്റെ വഴിയോരത്താണ് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്.
കുറാഞ്ചേരി മുതൽ മുണ്ടത്തിക്കോട് വരെ പാതയോരത്തെ മണ്ണ് PWD അധികൃതർ നീക്കം ചെയ്തിട്ടുണ്ട്. തുടർന്നിങ്ങോട്ട് വേലൂർ സൊസൈറ്റി പരിസരത്തും RMS സ്കൂളിന്റെ മുന്നിലും വളരെ അപകടകരമായ രീതിയിലാണ് മൺകൂന നിൽക്കുന്നത്. BMBC നിലവാരത്തിലുള്ള റോഡായതിനാൽ കാറുകളുടെയും മറ്റു ഭാരവാഹനങ്ങളുടെയും വേഗത നിരത്തിൽ കൂടുതലാണ്. മൺകൂനകൾ കാരണം റോഡരികിലെ പാതയോരം ഇല്ലാതായിരിക്കുകയാണ്. ഇതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് കാൽനട യാത്രക്കാരുമാണ്. RMS, RMLP, സെന്റ് സേവിയേഴ്സ്, RSRV സ്കൂളുകളിലെ കുട്ടികളും ഈ വഴി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മൺകൂനയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറ്റിക്കാടുകൾ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാണിപ്പോൾ. പാതയോരത്തെ വീടുകളിലേക്ക് ഇഴജന്തുക്കൾ കയറി വരുന്നതും പതിവാണ്. രാത്രികളിൽ സാമൂഹ്യവിരുദ്ധർ അറവുമാലിന്യങ്ങൾ കൊണ്ടുവന്നിടുന്നതും സ്ഥിരം കാഴ്ചയാണ്. അറവുമാലിന്യ നിക്ഷേപം കാരണം തെരുവുനായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വേലൂർ നിവാസികൾ. പ്രതിമാസ അവലോകന യോഗത്തിൽ ഈ വിഷയം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത്. എന്തായാലും നിലനിൽക്കുന്ന അപകട സാഹചര്യം ഒഴിവാക്കാൻ സത്വര നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, വേലൂർ. ഗുരുവായൂർ തിരുവെങ്കിടം പാനയോഗം വാർഷികവും പുരസ്കാര സമർപ്പണവും നടന്നു. രുക്മണി റീജൻസിയിൽ നടന്ന ചടങ്ങ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. പാനയോഗത്തിന്റെ വിവിധ പുരസ്കാരങ്ങൾ വാദ്യകലാകാരന്മാരായ ചോറ്റാനിക്കര വിജയൻ മാരാർ, ചൊവ്വല്ലൂർ മോഹൻ നായർ, പേരകം അശോകൻ, കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ മധു, കൃഷ്ണനാട്ടം കലാകാരൻ വെട്ടിക്കാട്ടൂർ കൃഷ്ണൻ നമ്പൂതിരി എന്നിവർക്ക് സമ്മാനിച്ചു. വാദ്യകുലമതിമാരായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പെരുവനം കുട്ടന്മാരാർ എന്നിവർ ചേർന്ന് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. നടന്മാരായ ജയരാജ് വാര്യർ, ശിവജി ഗുരുവായൂർ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, GK പ്രകാശൻ, ബാലൻ വാറനാട്ട്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും നടത്തി. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ ഷബന സുൽത്താൻ ജീവിത സന്തോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. ഹോമിയോ മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർമാരായ മിസ്രിയ, ഇന്ദു എന്നിവർ നേതൃത്വം നൽകി. ഷംസുദ്ദീൻ ആറ്റുപുറം മരുന്ന് വിതരണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, കാരുണ്യ മെമ്പർ റാഫി, വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ കുഞ്ഞുമുഹമ്മദ്, അബു പരൂർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. രാവിലെ ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വ്യാഴാഴ്ചയാണ് തിരുനാൾ. ബുധനാഴ്ച വിശുദ്ധ കുർബാന, ലതീഞ്ഞ നൊവേന, കൂടുതുറക്കൽ, പ്രദക്ഷിണം എന്നിവയുണ്ടാകും. വ്യാഴാഴ്ച വിശുദ്ധ കുർബാന, ദിവ്യബലി എന്നിവയും നടക്കും. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. പാപ്പാളി പ്രദേശം ഇരുട്ടിൽ. പരിസരവാസികൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. പുന്നേർകുളം പഞ്ചായത്തിലെ പാപ്പാളി 16-ാം വാർഡിലെ പാപ്പാളി ബീച്ച് റോഡ്, K കരുണാകരൻ റോഡ്, സലാമത്ത് റോഡ് എന്നീ ഭാഗങ്ങളിലെ തെരുവ് വിളക്കുകളാണ് കത്താത്തത്. അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പകുതിയിലേറെ തെരുവ് വിളക്കുകൾ പ്രവർത്തനരഹിതമാണ്. ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് സന്ധ്യയായാൽ ആശ്രയം തെരുവ് വിളക്കാണ്. ഇവ മിഴിപൂട്ടിയതോടെ രാത്രിയാത്രികർ ബുദ്ധിമുട്ടിലായി. ജോലി കഴിഞ്ഞും പഠനം കഴിഞ്ഞും വീട്ടിലേക്ക് ഇരുട്ടിൽ തപ്പി വരേണ്ട സ്ഥിതിയാണ് ഇവിടെയുള്ളവർക്ക്. കൂടാതെ തെരുവ് നായ്ക്കളെയും ഇഴജന്തുക്കളെയും പേടിക്കുകയും വേണം. കാൽനടയായി വരുന്നവരും വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. വർഷം തോറും ലക്ഷങ്ങളാണ് തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിന് പഞ്ചായത്ത് ചെലവഴിക്കുന്നത്. ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഇതിന് കഴിയാത്ത വിളക്കുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാനുമാണ് ഓരോ വർഷവും കരാർ നൽകുന്നത്. KSEBയുടെ തകരാറാണെന്നാണ് കരാറുകാർ പറയുന്നത്. നിരവധി തവണ വാർഡ് മെമ്പറും പരിസരവാസികളും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് പരിസരവാസികൾ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇനിയും നടപടിയായില്ലെങ്കിൽ പഞ്ചായത്തിനു മുന്നിലും ഇലക്ട്രിസിറ്റി ഭവനിലും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. റാഫി മാലിക്കുളം, തെക്കേക്കാട്ടിൽ, കമറുദ്ദീൻ, ഹമീദ്, TA ഷാനവാസ്, ഐഷ മുഹമ്മദ് അലി, അബ്ദുള്ള, ഫൗസിയ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നേർകുളം. നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ രൂപങ്ങളുടെ ആശീർവാദം നടന്നു. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആശീർവാദ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ദേവാലയത്തിലെത്തിയ സഭാ മേലധ്യക്ഷനെ ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരിയുടെയും കൈക്കാരന്മാരുടെയും ദേവാലയ നിർമ്മാണ കമ്മിറ്റിക്കാരുടെയും ഇടവക വിശ്വാസികളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ദേവാലയത്തിൽ സ്ഥാപിക്കുന്ന വിശുദ്ധരുടെ രൂപങ്ങളുടെ ആശീർവാദ കർമ്മം മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു. ദേവാലയ കൂദാശ കർമ്മത്തിന്റെ ക്ഷണപത്രിക
മാതൃകയുടെ അനാച്ഛാദനവും മേജർ ആർച്ച് ബിഷപ്പ് നടത്തി. തുടർന്ന് നവീകരിച്ച വൈദിക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ദേവാലയ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ ഫിലിപ്പ് മാറോക്കി, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, CF ജോസ്, CJ ജോൺസൺ, CU ജോസ്, MO തോമസ് എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 8-ന് ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം നടക്കും. എടപ്പാളിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ എടപ്പാൾ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ ഓഫീസ് ഉദ്ഘാടനവും മൺമറഞ്ഞുപോയ മാധ്യമപ്രവർത്തകരായ ഹംസ അണ്ണക്കമ്പാട്, MT വേണു, MP സിജീഷ്, വിക്രമൻ പൊന്നാനി, മുരളി പീക്കാട്, MV നൌഫൽ എന്നിവരെ അനുസ്മരിക്കലും ഞായറാഴ്ച വൈകിട്ട് 4-ന് എടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ എമിറേറ്റ് സ്മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് എടപ്പാളിനെ ആദരിക്കും. അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടക്കും. KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്യും. കേരള വിഷൻ MD രാജ്മോഹൻ സുരേഷ് എടപ്പാളിനെ അനുമോദിക്കും. പ്രസ് ക്ലബ് ഭാരവാഹികളായ ഉണ്ണി ശുഗപുരം, V സെയ്ദ്, കണ്ണൻ പന്താവൂർ, പ്രശാന്ത്, PR ഹരികുമാർ, ബഷീർ അണ്ണങ്കമ്പാട്, TK അരവിന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുനേർകുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം, താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് 17 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്കായി സ്കൂളിൽ ഹാജരാകണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. മന്നലംകുന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഹാൻ മുഹമ്മദ് സാലിഹിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഗൺ കരാട്ടെ ക്ലബിന്റെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പ് നടത്തി. എടക്കഴിയൂർ RPM UP സ്കൂളിന് സമീപം കരാട്ടെ ക്ലബിന്റെ 5ാമത്തെ ബ്രാഞ്ചാണ് എടക്കഴിയൂരിൽ തുടങ്ങിയത്. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രീത ബാബു ഉദ്ഘാടനം ചെയ്തു. ഡ്രാഗൺ കരാട്ടെ ക്ലബ് ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ മുഹമ്മദ് സാലിഹ് അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രൻ, കബീർ, ബാദുഷാ, ഹുസൈൻ എടയൂർ, ഷാരിഖ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കരാട്ടെ പ്രകടനം നടന്നു. ഷാബിർ സ്വാഗതവും ഷദീന സാലിഹ് നന്ദിയും പറഞ്ഞു. മരുത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ പാർട്ട് ടൈം വിഭാഗത്തിൽ ഉറുദു അധ്യാപക ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 16-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 11-ന് അസൽ രേഖകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6530 രൂപ, പവന് 52,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 88 രൂപ. ചരമം എരുമപ്പെട്ടി പഴവൂർ അമ്പലത്തു വീട്ടിൽ ഹസൻ നിര്യാതനായി. 96 വയസ്സായിരുന്നു. ഖബറടക്കം പഴവൂർ ഖബർസ്ഥാനിൽ നടത്തി. കൂനമുച്ചി മാറോക്കി ലൂവിസ് മകൻ ചെറിയാൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30-ന് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് സെമിത്തേരിയിൽ നടക്കും. തിമില കലാകാരനും അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരവുമായിരുന്ന അഗതിയൂർ കാഞ്ചിയത്ത് ലക്ഷ്മണൻ നായർ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. കമലാക്ഷിയമ്മയാണ് ഭാര്യ. ബീന, അനിത എന്നിവർ മക്കളാണ്. കാണിപ്പയ്യൂർ പരേതനായ ചിറ്റിലപ്പള്ളി പൌലോസ് മകൻ ഇട്ടു പുണ്ണി നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. മേരി ഭാര്യയാണ്. പരേതനായ ജോൺസൺ, ലീന എന്നിവർ മക്കളാണ്. പുന്നയൂർ മന്നലാംകുന്ന് എടയൂരിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ ചിറ്റോത്തയിൽ അബു മകൻ കോലയിൽ ഹുസൻകുട്ടി നിര്യാതനായി. 71 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് മന്നലാംകുന്ന് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. റംലയാണ് ഭാര്യ. റംസീന, റിയാസ്, റിഷാദ് എന്നിവർ മക്കളാണ്. കുന്നംകുളം തെക്കേപ്പുറത്ത് തയ്യിൽ അപ്പു മകൾ ജാനകി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടക്കും. സുമിത്ര, ശാരദ, വേലായുധൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലോടുകൂടിയ മിതമായതും ഇടത്തരമായതുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ കാറ്റിൽ തൃശൂർ മെഡിക്കൽ കോളേജ് വളപ്പിലെ മരക്കൊമ്പ് പൊട്ടിവീണ് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ. ഗുരുവായൂർ നഗരസഭ മാസ്റ്റർ പ്ലാൻ തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്.
കൌൺസിൽ യോഗത്തിൽ ഉയർന്ന പൊതു അഭിപ്രായങ്ങളോടാണ് ചെയർമാന്റെ പ്രതികരണം. വസ്തുതകൾക്ക് വിരുദ്ധമായ വാർത്തകൾ മാധ്യമങ്ങൾ നൽകരുതെന്നും ചെയർമാൻ. മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. തൃശൂർ കുന്നംകുളം റോഡിലെ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം സഞ്ചാരയോഗ്യമാക്കുക, റോഡ് അറ്റകുറ്റപ്പണിയോടുള്ള MLAയുടെ നിസ്സംഗത അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉന്നയിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സംഘടനകളുമായും കൈകോർക്കാൻ SFI തയ്യാറാണെന്ന് സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. 2 ദിവസം നീണ്ടുനിൽക്കുന്ന SFI 48ാം ജില്ലാ സമ്മേളനത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. ബീച്ച് പരിസരങ്ങളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക മയക്കുമരുന്നായ 800 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കടപ്പുറം സ്വദേശികളായ മുഹ്സിൻ, മുദ്സിർ എന്നിവർ. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണായി ജൂലറ്റ് വിനു ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന മാഗി ജോൺസൺ മുന്നണിയിലെ ധാരണയനുസരിച്ച് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.